പാകിസ്ഥാനിൽ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഇപ്പോൾ പാകിസ്ഥാനിൽ വലിയ രീതിയിലുള്ള പ്രളയക്കെടുതി ഉണ്ടായിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൻ്റെ ഗ്രാവിറ്റി എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാൻ മരണസംഖ്യ ഒന്ന് പരിശോധിച്ചാൽ മതി. 1000 പേരാണ് ഈ പ്രളയക്കെടുതിയിൽ പാകിസ്ഥാനിൽ മരണമടഞ്ഞിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പാകിസ്ഥാൻ ഈ ദിവസങ്ങളിൽ വെള്ളപ്പൊക്കത്തെ നേരിടുകയാണ്. ഈ വർഷം പാകിസ്ഥാനിലെ വടക്ക് പടിഞ്ഞാറൻ പ്രവിശ്യയായിട്ടുള്ള ഖൈബർ പഖ്തൂൺഖയിൽ ഉണ്ടായ വെള്ളപ്പൊക്കത്തിൽ 1000 പേർ മരിക്കുകയും 900-ലധികം പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ധാരാളം ഗ്രാമങ്ങൾ ഒലിച്ചുപോയി എന്ന് അറിയാൻ സാധിക്കുന്നു. പാക് പ്രധാനമന്ത്രിയുടെ കോർഡിനേറ്റർ ഇഫ്തിയാർ വാലി ഖാൻ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങളുടെ സ്ഥിതി വീക്ഷിച്ചു. ചില സ്ഥലങ്ങളിൽ ഈ വെള്ളപ്പൊക്കം കാരണം ഗ്രാമങ്ങൾ വേരോടെ പിഴുതെറിയപ്പെട്ടതായി അദ്ദേഹം പറഞ്ഞു. ഭൂപടത്തിൽ നിന്ന് അവ അപ്രത്യക്ഷമായി. ചക്കർജി, ഖഷോണി എന്നീ ഗ്രാമങ്ങൾക്ക് പേരും അടയാളവും നഷ്ടപ്പെട്ടു. ഒറ്റയടിക്ക് കുടുംബങ്ങളെല്ലാം തന്നെ തുടച്ചു നീക്കപ്പെട്ടു. 1000-ലധികം പേർ മരിച്ചു. 100 ആളുകളെ ഇപ്പോഴും കാണാനില്ല. ഇനിയും പലരും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾക്ക് മുകളിൽ നിന്ന് ഹെലികോപ്റ്റർ സർവേ ചെയ്ത ശേഷം ഇസ്ലാമാബാദിലേക്ക് മടങ്ങിയ അദ്ദേഹം ഒരു പത്രസമ്മേളനത്തിൽ പറഞ്ഞു, വെള്ളപ്പൊക്കം വളരെ കഠിനമായിരുന്നു. വെള്ളത്തിൻ്റെ കുത്തൊഴുകിനൊപ്പം വലിയ പാറകളും വന്നിരുന്നു. കൂടാതെ നദിയുടെ തീരത്തുള്ള ചില ഗ്രാമങ്ങളും ഭൂപടത്തിൽ നിന്ന് അപ്രത്യക്ഷമായി. ഇത്തരത്തിലുള്ള ഗ്രാമങ്ങൾ, അപ്രത്യക്ഷമായ ഗ്രാമങ്ങളുടെ സ്ഥലത്ത് ഇപ്പോൾ പാറക്കെട്ടുകൾ മാത്രമാണ് കാണാൻ സാധിക്കുന്നത്. അതിൻ്റെ അടിയിൽ ജനങ്ങൾ കുടുങ്ങിക്കിടക്കുന്നുണ്ടോ എന്ന് അറിയില്ല. ഇതിനു പുറമെ ബുറണിലെ ഒരു പോലീസ് സ്റ്റേഷനും വെള്ളപ്പൊക്കത്തിൽ മുങ്ങി. അതേസമയം കനത്ത മഴയുടെ ഭീഷണി ഇതുവരെ ഒഴിഞ്ഞിട്ടില്ലെന്നും ഇത് വെള്ളപ്പൊക്ക ഭീഷണിക്ക് കാരണമായെന്നും പാകിസ്ഥാൻ കാലാവസ്ഥാ വകുപ്പും നിലവിൽ മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.